1857 ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നടന്ന പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമാണ് ചാർട്ടർ ആക്ട് ഓഫ് 1858. അതുപ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറലിനെ റീപ്ലേസ് ചെയ്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള ഭരണം ഇന്ത്യയിൽ തുടങ്ങുന്നതിന് വേണ്ടി വൈസ്രോയിയെ നിയമിച്ചു എന്നുള്ളതാണ് ഈ ആക്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ. ഇത് പ്രകാരം ലോർഡ് കാനിങ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയിയായി മാറി. ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിൻ്റെ ഡയറക്റ്റ് ഏജൻ്റായിട്ട് ഈ വൈസ്രോയി മാറുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഇന്ത്യയിൽ നടപ്പാക്കി തുടങ്ങിയത് ഈ ചാർട്ടർ ആക്ട് ഓഫ് 1858 മുതലാണ്. ശരിക്കും ആ ബോർഡ് ഓഫ് കൺട്രോളും അതുപോലെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും ഇതെല്ലാം ഒഴിവാക്കി നേരിട്ടുള്ള ഭരണം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് തുടങ്ങി. അതാണ് ചാർട്ടർ ആക്ട് ഓഫ് 1858 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ പ്രധാന പോയിൻ്റ് ഓർത്തിരിക്കേണ്ടത് ഇന്ത്യയുടെ ഫസ്റ്റ് വൈസ്രോയി ആയിട്ട് ലോർഡ് കാനിങ് വരുന്നത്